അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന്യം നിറഞ്ഞ യോഗാധ്യക്ഷൻ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ഉസ്താദന്മാരെ, എന്റെ പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ജാമിയ അസ്അരിയ എന്ന സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇന്ന് 20ന്റെ നിറവിലാണ്. 20 വർഷക്കാലം ജാമിയ അസ്അരിയ അതിന്റെ ബാല്യവും അതിന്റെ കൗമാരവും അതിന്റെ കൗമാരത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി യൗവനത്തിലേക്ക് കാലൂന്നി നിൽക്കുമ്പോൾ പ്രവാസി സമൂഹം അതിന്റെ പിഞ്ചു കുഞ്ഞു മുതൽ താലോളിച്ച് ലാളിച്ച് കൈത്താങ്ങായി ജാമിയ അസ്അരിയോടൊപ്പം എന്നും നിന്നിട്ടുണ്ട്. അങ്ങനെ അസ്അരിയുടെ ഓരോ ചലനങ്ങളിലും തന്റെ വിയർപ്പിന്റെ അംശം നൽകിയ പ്രവാസി സമൂഹം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രവാസം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. തന്റെ ഭാര്യയെയും മക്കളെയും തന്റെ കുടുംബങ്ങളെയും തന്റെ നാടിനെയും തന്റെ വീടിനെയും ഒക്കെ വിട്ട് അങ്ങ് ദുബായിലാകട്ടെ, ഖത്തറിലാകട്ടെ, കുവൈറ്റിലാകട്ടെ, അവിടെയൊക്കെ വേദനയുടെ വിഷമങ്ങളുടെ സാഹചര്യം പിന്നിടുമ്പോൾ നാട്ടിലെ അനാഥരായ അഗതികളായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ ഇവിടെ പ്രയത്നിക്കുന്ന ഉസ്താദന്മാർ ആ നാട്ടിലേക്ക് വരുമ്പോൾ തന്റെ കഴിവിന്റെ തന്റെ വിയർപ്പിന്റെ തുച്ഛമായ തുകകൾ നൽകിയും അതല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട തന്നോടടുത്ത ആളുകളെ സമീപിച്ചുമൊക്കെ ഈ സ്ഥാപനത്തിന് വേണ്ടി ആഹോരാർത്ഥം പ്രയത്നിച്ചിട്ടുള്ളവരാണ് പ്രവാസി സമൂഹങ്ങൾ. നമുക്കറിയാം, ഞാനും നിങ്ങളും ഒക്കെ പ്രവാസ ലോകത്തുള്ളപ്പോ UAE-യിലാണെങ്കിൽ ബഹുമാനപ്പെട്ട അലി ദാരിമി ഉസ്താദ് അങ്ങോട്ട് വരുന്നു. ഖത്തറിലും ബഹ്റൈനിലും ഒക്കെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജബ്ബാർ സഖാഫി ഉസ്താദും, കുവൈറ്റില് അതേപോലെ സ്ഥലങ്ങളിലും ബഹുമാനായ ഷാജഹാൻ സഖാഫി ഉസ്താദും ഒക്കെ ജാമിയ അസ്അരിയുടെ ആവശ്യാർത്ഥം ആ നാടുകളിൽ സന്ദർശിക്കുമ്പോൾ അതിന്റെ ത്യാഗങ്ങളും വേദനകളും നാം അറിയേണ്ടതുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ കരുതുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇവിടെ നിന്ന് ഉസ്താദന്മാരൊക്കെ ഫ്ലൈറ്റിൽ കയറി സുഖമായി അങ്ങോട്ട് യാത്ര ചെയ്ത് UAE-യിൽ ചെന്ന് അവിടെ കായ്ക്കുന്ന മരത്തിൽ നിന്ന് ഈത്തപ്പഴം പോലെ മരം അല്ലെങ്കിൽ ഡോളറോ ദിർഹമോ ഒക്കെ കായ്ക്കുന്ന ഒരു മരമുണ്ട്. അത് പറിച്ച് സിമ്പിളായി പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2 മാസം ഉല്ലസിച്ചോ അവർ തിരിച്ചു വരുന്നു എന്ന ധാരണയിൽ സംസാരിക്കുന്ന ചില ആളുകളുമുണ്ട്. വ്യക്തമായി അറിയണം, വല്ലാത്ത പ്രയാസങ്ങളാണ് ഗൾഫ് മേഖലകളിൽ ഇതേപോലെ സ്ഥാപനങ്ങൾക്ക് പിരിവിന് വരുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഉസ്താദന്മാർ അനുഭവിക്കുന്നത്. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ വല്ലാതെ അവരെ പുകഴ്ത്തുകയല്ല, യഥാർത്ഥങ്ങൾ പറയുകയാണ്. UAE സംബന്ധിച്ചിടത്തോളം ഞാൻ UAE എന്നത് എടുത്തു പറയുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പ്രവാസിയായതുകൊണ്ട് എന്റെ അനുഭവങ്ങൾ അവിടെയായതുകൊണ്ട് മാത്രമാണ്. അവിടെ വരുമ്പോ അവിടെയുള്ള നിയമങ്ങളെ, അവിടെയുള്ള മറ്റു പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നാട്ടിലുള്ള നമ്മളെപ്പോലുള്ള ആളുകളുടെ അടുത്തെത്തുമ്പോൾ നാം അവരുമായി നമുക്ക് ബന്ധപ്പെട്ട നമ്മൾക്ക് അറിയുന്ന ആളുകളുടെ അടുക്കൽ ചെല്ലുകയാണ്. അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാവാൻ വേണ്ടി 1 ദിവസമോ 2 ദിവസമോ അല്ല, ആഴ്ചകളോളം ചിലപ്പോ അവരുടെ പിറകെ നടക്കേണ്ടി വരുന്നു. എന്റെ അനുഭവത്തിൽ ബഹുമാനനായ അലി ദാരിമി ഉസ്താദ് ഒരിക്കൽ അജ്മാനിൽ വന്നപ്പോ നമുക്കൊക്കെ അറിയാം, വ്യാഴവും വെള്ളിയും ചിലപ്പോ ഇപ്പോ സാഹചര്യത്തിൽ ശനിയും UAE-യിൽ അവധിയുള്ള സമയം. അങ്ങനെ ഒരു വ്യാഴാഴ്ച വൈകിട്ട് അലി ദാരിമി ഉസ്താദ് വിളിച്ചിട്ട് ഉമ്മുൽ ഖുയിൻ എന്ന സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകണം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ തയ്യാറായി നിന്നു. ദാരിമി ഉസ്താദ് വന്നു. അങ്ങനെ ഞങ്ങൾ ഉമ്മുൽ ഖുയിനിൽ
ഒരു ഷെയ്ഖിനെ കാണുവാൻ, അവിടുത്തെ ഒരു അറബിയെ കാണുവാൻ പോവുകയുണ്ടായി. അദ്ദേഹത്തെ കാണാൻ ചെന്ന് ഞങ്ങൾ അസറിനോടടുത്ത സമയം അവിടെ എത്തി. അസർ കഴിഞ്ഞ്, മഗ്രിബ് കഴിഞ്ഞ്, ഇശാ കഴിഞ്ഞ് രാത്രി 12 മണിയോളം ആ ഗേറ്റിന്റെ വാതിക്കൽ അദ്ദേഹത്തെ കാത്തു നിന്നു. കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മലയാളിയായ വാച്ച്മാൻ അദ്ദേഹം വന്ന് പറഞ്ഞു, അദ്ദേഹം വളരെ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, അദ്ദേഹം വലിയ ക്ഷീണിതനാണ്, അപ്പൊ അടുത്ത ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെയായി പോയിട്ടും അദ്ദേഹത്തെ കാണാൻ കഴിയാതെ വളരെ വിഷമിച്ചുകൊണ്ട് ക്യാന്റീനുമായി ബന്ധപ്പെട്ട ഒരു സ്കെച്ചും ഒക്കെ കയ്യിലുണ്ട്. ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. വളരെ വിഷമമായിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഉസ്താദിന് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ആഴ്ച, പിറ്റേ വേഴവോ വെള്ളി, എന്റെ ഓർമ്മയിൽ വെള്ളിയാണെന്ന് തോന്നുന്നു, ജുമാ കഴിഞ്ഞ് ഞങ്ങൾ പോയി. അൽഹംദുലില്ലാ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ആ മജ്ലിസിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിരുന്നിട്ട് ഉസ്താദ് അദ്ദേഹത്തോട് വളരെ സൗമ്യമായി അടുത്ത് ചെന്നിരുന്ന് ശരീരത്തിലൊക്കെ ഒന്ന് സ്പർശിച്ച് അദ്ദേഹത്തിന്റെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ചോറ് വരെ എടുത്തു മാറ്റിക്കൊണ്ട്, ഒരു വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തോട് വിഷയങ്ങൾ അവതരിപ്പിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി ഇവിടെയുള്ള അനാഥരായ, അഗതികളായ, ഗത്യന്തരമില്ലാത്ത, ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ വിഷയങ്ങളും ആ സ്കെച്ചും ആ ഫോട്ടോയും ഒക്കെ കാണിച്ച് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിൽ നിന്ന് സഹായം നേടുകയാണ് ചെയ്തത്. ഇതേപോലെ എത്രയെത്ര പ്രയാസഘട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതേപോലെ അവിടെ നിയമപരമായ വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ഒരു ഷോപ്പിൽ ചെന്നപ്പോ അവിടെ ചെന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്ന ഒരു തിരുവനന്തപുരത്തുകാരനായ ഒരു മനുഷ്യൻ നമ്മോടൊപ്പം കൂടെ വന്നുകൊണ്ട് ആ ഒരാളെ പരിചയപ്പെടുത്താൻ ചെന്നപ്പോ ആ ചെന്ന ഷോപ്പിൽ അവിടെ ഇരിക്കുന്ന 3-4 പേരുടെ ഇടയിലേക്ക് വിഷയവും അവതരിപ്പിച്ചുകൊണ്ട് ഉസ്താദ് ചെല്ലുമ്പോ വളരെ അട്ടഹസിച്ചുകൊണ്ട് യാ അല്ലാഹ് സിർ ബറ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ഒരാൾ ആക്രോശിച്ചപ്പോ, ഞാൻ CID ആണ്, നിന്നെയൊക്കെ പിടിച്ച് ജയിലിലടക്കും. എന്തിനു വേണ്ടിയാണ്? തന്റെ കുടുംബത്തിന്റെ, തന്റെ വീടിന്റെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടി ചെന്നതല്ല, അതല്ലെങ്കിൽ തന്റെ മകളുടെ വിവാഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെന്നതല്ല, ജോലിക്ക് വേണ്ടി ചെന്നതല്ല. പാവപ്പെട്ടവരായ ഒരുപാട് പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഇസ്ലാമിക നവോത്ഥാന വിദ്യാഭ്യാസത്തിന് സമുന്നയമായ മതഭൗതിക വിദ്യാഭ്യാസ മേഖലയെ ഒരു സ്ഥാപനത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ചെന്നതാണ്. അപ്പോഴും അവിടെ കിട്ടിയത് ആട്ടും തുപ്പും ഒക്കെയാണ്. ഇതൊക്കെ സഹിച്ചുകൊണ്ടും, അന്നൊക്കെ ഞാൻ പലവട്ടവും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് ഓടിയ ആ ഏരിയയിൽ ഇന്നും അവിടെ പച്ചമുളക്കുന്ന സ്ഥലമാണ് ഈ മുളക്കൂല. അത്ര ഭയങ്കരമായ ഓട്ടം ഓടിയത്. കാരണം ജയിലിൽ പോയാ എന്റെ ജോലി പോയി, കൂടെ വന്ന തിരുവനന്തപുരത്തുകാരന്റെ ജോലി പോയി, പിന്നെ ജന്മത്തലിതാരി ഉസ്താദിന് UAE വരാനും പറ്റില്ല. ആ അവസ്ഥ ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് UAE മാത്രമല്ല കുവൈറ്റിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലാകട്ടെ എല്ലാ ഉസ്താദുമാരും ഈ വേദനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ മലയാളികളായ നമ്മളൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്റെ വിദ്യാർത്ഥി സമൂഹങ്ങളോട്, മുതഅല്ലിം സുഹൃത്തുക്കളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഓരോ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ പ്രവാസി സമൂഹത്തിന് വേണ്ടി, അവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അവിടെ മലയാളികൾ മാത്രമല്ല, എനിക്ക് ഓർമ്മ വരുന്നു, എന്റെ മുറിയിൽ താമസിച്ചിരുന്ന ഒരു പാകിസ്ഥാനിയായ സയ്യിദ് ഖാലിദ് ബായി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ അലിദാരിമി ഉസ്താദ് വന്ന് ചേരാനെല്ലൂരിന്, കേരളത്തിലുള്ള ചേരാനെല്ലൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഈ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വേതനത്തിൽ നിന്ന് ഒരു തുക അദ്ദേഹം നൽകാൻ തയ്യാറാവുകയാണ് ചെയ്തത്. ഒരു പാകിസ്ഥാനിയായ ഒരു മനുഷ്യൻ ഇവിടുത്തെ വേദനയിൽ പങ്കുകൊണ്ടെങ്കിൽ, അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് ഞാൻ ഈ അനുഭവങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ വെറുതെ ഈസിയായി നടക്കുന്ന അല്ലെങ്കിൽ വളരെ സ്പീഡായി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പോലുള്ള ഒരു സ്ഥാപനമല്ല. ഇന്ധനം നിറക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഉസ്താദന്മാരും നിങ്ങളുമായി ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും തന്നെ. അങ്ങനെ ഒരു മലയാളിയായ എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ബിദ്അത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പഠനം, അദ്ദേഹത്തിന്റെ ബാല്യമൊക്കെ ബിദ്അത്ത് സ്ഥാപനങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് സുന്നത്ത് ജമാഅത്ത് എന്നത് ABCD പോലും അറിയില്ല.
അവന്റെ അടുക്കൽ ഞാൻ പലവട്ടവും ജാമിയ അശ്ശരിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ കളയുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. എങ്കിലും ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലൂദ് സദസ്സിനെ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നിരന്തരമായ പ്രേരണയോടെ അവന്റെ വീട്ടിൽ ഒരു മൗലൂദ് നടത്തുകയാണ്. ആ മൗലൂദിൽ ബഹുമാനപ്പെട്ട അലി ദാരിമി ഉസ്താദ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഉസ്താദും കൂടി പങ്കെടുത്തു. അങ്ങനെ ആ പങ്കെടുത്ത സദസ്സിൽ വെച്ച് ജാമിയ അശ്ശരിയെ കുറിച്ച് പറയുകയും ഈ സ്ഥാപനത്തിന്റെ അവന്റെ നീറുന്ന കുറെ പ്രശ്നങ്ങൾ അവൻ അവതരിപ്പിച്ചപ്പോ അതിനുള്ള പരിഹാരമായി ജാമിയ അശ്ശരിയ ഉണ്ട്, അങ്ങോട്ട് നിങ്ങൾ നൽകുന്ന സഹായ ഹസ്തങ്ങൾ നിങ്ങളുടെ ദുനിയാവിലെ പ്രയാസങ്ങൾക്കും ആഖിറത്തിലെ വിജയങ്ങൾക്കും കാരണമാകും എന്ന് ഉസ്താദ് അറിയിച്ചപ്പോ അവൻ ഒരു ടെസ്റ്റ് ഡോസ് എന്നോണം തനിക്കുള്ള ഒരു കുട്ടി, തനിക്കൊരു മകളുണ്ടായിരുന്നു. അവന്റെ മകളെ അതേപോലെ തന്നെ ജാമിയ അശ്ശരിയിലുള്ള ഒരു കുട്ടിയെ ഞാൻ സംരക്ഷിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ട ഒരു മാസത്തെ വേതനം എത്രയാണോ വരുന്ന ചിലവ് അത് ഞാൻ വഹിച്ചുകൊള്ളാം എന്നവൻ ആദ്യമേ അറിയിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് അവന് മറ്റൊരു കുട്ടി കൂടി ജന്മമെടുത്തപ്പോ ആ കുട്ടിയുടെ പേരിൽ കൂടി മറ്റൊരു കുട്ടിയെ കൂടി സ്പോൺസർ ചെയ്യാൻ അവൻ തയ്യാറായെങ്കിൽ ജാമിയ അശ്ശരിയുടെ ഖാദി അല്ലെങ്കിൽ ജാമിയ അശ്ശരിയുടെ ആ പ്രവർത്തനത്തിന്റെ ആ ദുആകളുടെ ഫലം അങ്ങകലെ അവന് ലഭിച്ചു എന്നതിന് തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കൾ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ മക്കൾ ചീത്തയായ മാർഗങ്ങളിലേക്ക് പോകുമ്പോ തന്റെ മനസ്സിൽ നിന്ന് മതവും ഭൗതികവുമായി സമുന്നയിച്ച് പഠിക്കുന്ന സ്ഥാപനമായ ജാമിയ അശ്ശരിയിലേക്ക് ഒന്ന് ചെല്ലാം. തന്റെ മകന്റെ ഈ ദുസ്വഭാവങ്ങൾക്കും തന്റെ മകന്റെ ചീത്തയായ കൂട്ടുകെട്ടുകൾക്കും ഒരു പരിഹാരമുണ്ടാകണം എന്ന് മനസ്സിൽ കരുതി ഒരു ഉമ്മയും മുപ്പയും ജാമിയ അശ്ശരിയുടെ നടുമുറ്റത്തെത്തിയാൽ ഇൻഷാ അല്ലാഹ് അതിന് പ്രതിവിധിയുണ്ട്. അനുഭവസ്ഥർ പറഞ്ഞതാണ്. ഇത് വെറും വാക്കല്ല. അതേപോലെ തന്നെ ജാമിയ അശ്ശരിയയിൽ തന്റെ വാപ്പ മരണപ്പെട്ടാൽ, തന്റെ ഉമ്മ മരണപ്പെട്ടാൽ, തന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ അവരുടെ സ്മരണയിൽ വർഷത്തിൽ നടക്കുന്ന ആണ്ടുനേർച്ചയിലൊക്കെ നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ഉപരി അധികമായ പ്രതിഫലം ജാമിയ അശ്ശരിയിൽ ഹിഫ്ള് പഠിക്കുന്ന, ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിം കുട്ടികൾക്ക് കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് മനസ്സിലാക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ പരിസരത്തും കേരളത്തിന്റെ ഇതര മേഖലകളിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർച്ചവത്തോടെ ജാമിയ അശ്ശരിയെ നിലനിർത്തുമാറാകട്ടെ. 20 നിറഞ്ഞു നിൽക്കുന്ന ജാമിയ അശ്ശരിയ യൗവനത്തിന്റെ ചുവടുവെപ്പുകളിലേക്ക് കാലുവെക്കുമ്പോ പ്രവാസി സമൂഹമായ നമുക്ക് ഈ ജാമിയ അശ്ശരിയെ താങ്ങും തണലുമായി കൂടെ നിൽക്കാൻ കഴിയണം. അതോടൊപ്പം ഓരോ ചലനത്തിലും നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടാകുമ്പോൾ സ്ഥാപനങ്ങൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വളർന്നു വരും. ദക്ഷിണ കേരളത്തിലെ തെക്കൻ മലബാറിലെ ഏറ്റവും വലിയ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജാമിയ അശ്ശരിയ. അതിന്റെ ഉയർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ് പ്രവാസികൾ. പ്രവാസികളായ നാം, നമ്മോട് ബന്ധപ്പെട്ട, നാം സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ പ്രവാസികളുണ്ട്. അവരോട് വീണ്ടും വീണ്ടും ഈ അശ്ശരിയെ യുവത്വത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് കരപിടിച്ചുയർത്തുവാൻ, കൈപിടിച്ചുയർത്തുവാൻ കൂടെയുണ്ടാവണമെന്നും കൂടെയുണ്ടാകുവാൻ നാം പ്രയത്നിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ മേലിൽ എന്റെ ഉത്തരവാദിത്തമുള്ള സ്വാഗതം എന്ന ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബഹുവന്ദനായ VH മുഹമ്മദ്, ജിദ്ദ കമ്മിറ്റിയുടെ ചെയർമാനും ക്യാപ്റ്റനുമായ മുഹമ്മദ് സാഹിബിനെ ആദ്യമേ തന്നെ ഞാൻ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. പിന്നെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട VH അലി ദാരിമി ഉസ്താദ്, ജബ്ബാർ സഖാഫി ഉസ്താദ്, ഷാജഹാൻ സഖാഫി ഉസ്താദ് എന്നീ എല്ലാ ഉസ്താദന്മാർക്കും നമ്മുടെ ജാമിയ അശ്ശരിയുടെ നട്ടലായ അഹമ്മദ് കുട്ടി ഹാജി അവർക്കും ഇവിടെയിരിക്കുന്ന ഇടച്ചിറ ഉസ്താദ് എന്നുവേണ്ട എല്ലാ ഉസ്താദന്മാർക്കും വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ജാമിയ അശ്ശരിക്ക് എന്നും കൈപിടിച്ചു കൂടെ നടക്കുന്ന
നിൽക്കുന്ന, എപ്പോഴും തന്റെ വാർദ്ധക്യവും തന്റെ വേദനയും ഒക്കെ മാറ്റിവെച്ച് ഈ ജാമിയ ആശയരോടൊപ്പം എന്നുമുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ കെ ഉസ്താദിനും ഈ വേദിയിലും സദസ്സിലുമിരിക്കുന്ന എന്റെ പ്രിയമുള്ള ഉസ്താദന്മാർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എന്റെ ഏറ്റവും പ്രിയങ്കരായ പ്രവാസി സമൂഹത്തിനും സ്വാഗതം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല.